കുള്ളൻ തെങ്ങുകളിൽ ഇന്ന് വളരെയേറെ പ്രചാരമുള്ള ഒരു വെറൈറ്റിയാണ് ഗംഗാബോണ്ടം. ഉയരക്കുറവും കുറഞ്ഞ വർഷം കൊണ്ട് കായ്ക്കുന്നതുമാണ് കുള്ളൻ തെങ്ങുകളുടെ പ്രധാന ആകർഷണം. ആദ്യകാലങ്ങളിൽ നമ്മുടെ വിപണികളിലെത്തിയ പ്രധാന കുള്ളൻ തെങ്ങായിരുന്നു മലേഷ്യൻ കുള്ളൻ അഥവാ മലേഷ്യൻ പച്ച. എന്നാൽ പാചകത്തിനോ വെളിച്ചെണ്ണ ഉണ്ടാക്കാനോ ഇവയുടെ തേങ്ങ ഒട്ടും അനുയോജ്യമല്ലാത്തതിനാൽ ഇവ കരിക്കിനു വേണ്ടി മാത്രം കൃഷി ചെയ്തു വന്നു. പിന്നീട് ധാരാളം ഹൈബ്രിഡ് കുള്ളൻ തെങ്ങുകൾ വിപണിയിൽ വന്നെങ്കിലും ഓയിൽ കണ്ടന്റ് കുറഞ്ഞ തേങ്ങകൾ ഇവയുടെയൊക്കെ ഒരു പോരായ്മയായിരുന്നു. അതിനൊരു പരിഹാരമായിരുന്നു ആന്ധ്രാപ്രദേശിൽ വികസിപ്പിച്ചെടുത്ത ഗംഗാബോണ്ടം എന്ന കുള്ളൻ ഹൈബ്രിഡ്. ഒരു കരിക്കിൽ നിന്നും 750 മില്ലിലിറ്റർ മുതൽ 1 ലിറ്റർ വരെ ഇളനീര് ലഭിക്കുന്ന ഇവയുടെ ഇളനീര് രുചിയിലും ഇപ്പോൾ വിപണിയിലുള്ള എല്ലാ ഇനങ്ങളെക്കാൾ മികച്ചതാണ്. 68% ഓയിൽ കണ്ടന്റ് ഉള്ളതിനാൽ ഇവ പാചകത്തിനും വെളിച്ചെണ്ണയ്ക്കും ഒരുപോലെ ഉപയോഗിക്കാം. 2 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പല കച്ചവടക്കാരും അവകാശപ്പെടുന്നുണ്ടെങ്കിലും 3 വർഷമാണ് ഇവയ്ക്ക് പൂക്കുവാൻ വേണ്ടുന്ന കാലയളവ്. 3 വർഷത്തിൽ പൂക്കുന്നതിനാൽ 4-ാം വർഷത്തിനു മുൻപേ ഗംഗാബോണ്ടം കായ്ക്കുമെന്ന് പൊതുവെ പറയാം. നന്നായി കായ്ക്കാൻ തുടങ്ങിയ ഒരു തെങ്ങിൽ നിന്നും 250 തേങ്ങ വരെ ലഭിക്കുമെന്ന് കച്ചവടക്കാർ അവകാശപ്പെടാറുണ്ടെങ്കിലും 100 മുതൽ 130 വരെയാണ് ഒരു ഗംഗാബോണ്ടത്തിന്റെ ആവറേജ് ഈൽഡായി പറയാവുന്നത്. തീരദേശം മുതൽ സമുദ്രനിരപ്പിൽ നിന്നും 300 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങൾ വരെ ഇവയ്ക്ക് അനുയോജ്യമാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഗംഗാബോണ്ടം വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. ഗംഗാബോണ്ടത്തിന്റെ ഈ ഗുണങ്ങൾ കാരണം ധാരാളം ഹൈബ്രിഡ് ഇനങ്ങൾ വികസിപ്പിക്കാൻ ഇന്ന് ഗംഗാബോണ്ടം ഉപയോഗിക്കുന്നു. രാംഗംഗ, കേരഗംഗ എന്നിവ അവയിൽ ചിലതാണ്. കുള്ളൻ തെങ്ങ് എന്ന് പറയുമെങ്കിലും എല്ലാ തെങ്ങുകളും ഓരോ വർഷവും ചെറിയ അളവിൽ വളരാറുണ്ട്. ഗംഗാബോണ്ടത്തിന്റെ പരമാവധി ഉയരം പറയുന്നത് പല കച്ചവടക്കാരും വ്യത്യസ്തമാണ്. ഗംഗാബോണ്ടത്തിന്റെ ഈൽഡിംഗ് കാലാവധി 40 വർഷം വരെയെന്നിരിക്കെ പൂർണ്ണവളർച്ചയെത്തിയ കുള്ളൻ തെങ്ങുകളുടെ പരമാവധി ഉയരം ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും 3 മീറ്ററിനു മുകളിൽ എന്തായാലും എല്ലാ കുള്ളൻ തെങ്ങുകളും കാലാന്തരത്തിൽ വളരും. ഗംഗാബോണ്ടത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയാണ് കൊമ്പൻ ജെല്ലിയുടെ രൂക്ഷമായ ആക്രമണം. കരിക്കിനും ഇളനീരിനും മധുരം കൂടുതലുള്ളതുപോലെ ഇവയുടെ പുത്തൻ നാമ്പുകൾക്കും ഓലകൾക്കും മറ്റു തെങ്ങുകളെ അപേക്ഷിച്ച് മധുരം കൂടുതലാണ്. ഇതുകൊണ്ട് ഗംഗാബോണ്ടത്തിൽ ചെല്ലിയുടെ ആക്രമണം വളരെ കൂടുതലായി കാണുന്നു. ഇത് ഇവയുടെ പരിപാലനം ചിലവേറിയതും സമയനഷ്ടമുള്ളതുമാക്കുന്നു. രാംഗംഗ തമിഴ്നാട്ടിലെ ഉമാപതി ഫാംസ് ഡെവലപ്പ് ചെയ്ത ഹൈബ്രിഡ് കുള്ളൻ തെങ്ങാണ് രാംഗംഗ. ഗംഗാബോണ്ടവും വെസ്റ്റ് കോസ്റ്റ് താളും തമ്മിലുള്ള ഹൈബ്രിഡൈസേഷനാണ് രാംഗംഗ. ഉമാപതി ഫാംസ് അവകാശപ്പെടുന്നത് 2 വർഷം കൊണ്ട് രാംഗംഗ പൂക്കാൻ തുടങ്ങുമെന്നതാണ്. അത് ശരിയെങ്കിൽ 3 വർഷത്തിനു മുന്നേ രാംഗംഗ കായ്ഫലം നൽകി തുടങ്ങുന്നു. ഇളനീരിനായി വിളവെടുത്താൽ വർഷത്തിൽ 380 വരെയും വിളഞ്ഞ തേങ്ങയ്ക്കായി വിളവെടുത്താൽ 300 തേങ്ങ വരെയും ലഭിക്കുമെന്നതാണ് ഇവരുടെ അവകാശവാദം. ഒരു കരിക്കിൽ നിന്നും 500 മുതൽ 750 മില്ലി വരെ ഇളനീർ ലഭിക്കുന്നു. 100 തേങ്ങയിൽ നിന്നും 18 കിലോ വരെ കൊപ്ര ലഭിക്കും. തെങ്ങിൽ നിന്നുമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നമായ നീരയുടെ ഉൽപ്പാദനത്തിന് ഏറ്റവും അനുയോജ്യമായ തെങ്ങാണിത്. ഹൈബ്രിഡ് ഇനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് രാംഗംഗയ്ക്കാണെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട്. ഇത്രയും ഗുണങ്ങൾ കാരണം വാണിജ്യ കൃഷിക്ക് അവർ രാംഗംഗ റെക്കമെൻഡ് ചെയ്യുന്നു. എന്നാൽ പേരന്റൽ ഇനങ്ങളിലൊന്നായ വെസ്റ്റ് കോസ്റ്റ് താളിന്റെ ഏറ്റവും വലിയ പോരായ്മയായ റൂട്ട് ബിൽഡ് രോഗം ഇവയെ ബാധിക്കുന്നതായി കാണുന്നു. കൂടാതെ കൊമ്പൻ ജെല്ലിയുടെ ആക്രമണവും പ്രധാന പ്രശ്നം തന്നെയാണ്. റൂട്ട് ബിൽഡ് രോഗബാധയുള്ള പ്രദേശങ്ങളിൽ ഈ ഇനം നല്ല പഠനങ്ങൾക്ക് ശേഷം മാത്രം കൃഷി ചെയ്യുന്നതാവും ഉത്തമം.